Hello guys, today I'm going to discuss general microbiology. In that, scientific development of microbiology is the first topic. ഞാൻ ആദ്യമായിട്ട് മൈക്രോബയോളജിയിലെ ജനറൽ മൈക്രോബയോളജി ടോപ്പിക്സാണ് എടുക്കാൻ പോകുന്നത്. സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോബയോളജിയാണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത് ആദ്യം. സോ ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹു ഇസ് എ ഫാദർ ഓഫ് മൈക്രോബയോളജിയാണ്. ദറ്റ് ഈസ് ലൂയിസ് പാസ്റ്റർ. Okay, and we have to know what all are the important contributions. Okay, നമ്മൾ എന്തൊക്കെയാണ് important contributions എന്ന് അറിയണം. That is, important contributions are development of methods and techniques of bacteriology or microbiology. Okay, അപ്പോൾ ബാക്ടീരിയോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും ടെക്നിക്സും ഡെവലപ്പ് ചെയ്തതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ലൂയിസ് പാസ്റ്ററിനുണ്ട്. ദെൻ introduction of sterilization technique and development of steam sterilizer, autoclave and hot air oven. Okay, hot air oven, steam sterilizer and autoclave, then hot air oven. ഇത്രയും കാര്യങ്ങൾ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഇൻട്രൊഡക്ഷനിലും വലിയൊരു പാർട്ട് ലൂയിസ് പാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻ ലൈവ് വാക്സിൻ, ആദ്യമായിട്ട് ലൈവ് വാക്സിൻ പ്രിപ്പയർ ചെയ്തത് ഫോർ ആന്ത്രാക്സ് ആൻഡ് റാബിസ് ആയിരുന്നു, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ. ദെൻ ജേം തിയറി ഓഫ് ഡിസീസസ് പ്രൊപ്പോസ് ചെയ്തു. അപ്പം ഇതെല്ലാമാണ് ലൂയിസ് പാസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സയൻറ്റിസ്റ്റാണ് ജോസഫ് ലിസ്റ്റർ. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറി. ദെൻ റോബർട്ട് കോച്ച് ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി. And the important contributions are perfected bacteriology techniques and introduced methods for isolation of pure strains of bacteria. Then staining techniques. Then he introduced Anthrax bacillus. He discovered Anthrax bacillus, tubercle bacilli and cholera vibrios. Then he introduced Koch postulates and Koch phenomena. Okay. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് കോച്ച് പോസ്റ്റുലേറ്റ്. കോച്ച് പോസ്റ്റുലേറ്റ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് തവണ എക്സാംസിനെല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ മൂവ് കോച്ച് പോസ്റ്റുലേറ്റ്സ്. ഈ പോസ്റ്റുലേറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കണം. അത് അതേപോലെ തന്നെ ആൻസർ ഷീറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. ആ പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് അങ്ങനെ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക ആൻസർ ഷീറ്റിൽ. സോ കോച്ച് പോസ്റ്റുലേറ്റ് എന്തിൻ്റെ ബേസിസിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മൈക്രോ ഓർഗാനിസംസ് ഒരു പെർട്ടിക്കുലർ ഡിസീസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഈ ഫോളോയിങ് കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോച്ച് പോസ്റ്റുലേറ്റ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇസ് ദാറ്റ് ദ ഓർഗാനിസം ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ലീഷൻസ് ഓഫ് ദ ഡിസീസ് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഇൻ എൻ ഹെൽത്തി ഓർഗാനിസം. അതായത് നമ്മളിപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ലെപ്രസി ഡിസീസ്. ഓക്കെ, ലെപ്രസി ഡിസീസിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ലീഷൻസ് ഉണ്ടാകും. ഈ ലീഷൻസിൽ നമുക്ക് മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്, ആ ലീഷനകത്ത്. പക്ഷെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനകത്ത് ഈ പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് എ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ദാറ്റ് ദ ഓർഗാനിസം ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ലീഷൻസ് ഓഫ് ദ ഡിസീസ് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഇൻ എൻ ഹെൽത്തി ഓർഗാനിസം. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആണ് നോക്കുന്നത്. ഓക്കെ, it should be possible to isolate the organism in pure culture from the lesion of the disease. അതായത് നമ്മുടെ ഈ ലീഷന് നമ്മൾ പറഞ്ഞില്ലേ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഓർഗാനിസം ആ ലീഷൻസിലുണ്ടാവും. നമ്മൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് ഒരു പ്യുവർ കൾച്ചറൽ മീഡിയത്തിനകത്ത് നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ദെൻ വി ആർ മൂവിങ് ടു തേർഡ് പോസ്റ്റുലേറ്റ്, ദാറ്റ് ഈസ് ദ ഐസൊലേറ്റഡ് ഓർഗാനിസം in pure culture when inoculated in a suitable laboratory organism or animal should produce a similar disease. അതായത് നമ്മളിപ്പം
ഐസൊലേറ്റ് ചെയ്തു, ലീഷനിൽ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തു. ഒരു പ്യുവർ കൾച്ചറിൽ നമ്മളതിനെ കൾട്ടിവേറ്റ് ചെയ്തു. ഇനി അതിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് അനിമലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഏതൊക്കെ രീതിയിലാണോ, ഏതൊക്കെ ലീഷൻസ് ആണോ ഈ ഓർഗാനിസം നമ്മുടെ പേഷ്യൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തത്, അതേ സെയിം ലീഷൻസ് ഈ ഓർഗാനിസത്തിലും കാണണം. ഓക്കെ, ഇറ്റ്സ് ദ തേർഡ് പോസ്റ്റുലേറ്റ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഫോർത്ത് പോസ്റ്റുലേറ്റ്. It should be possible to re-isolate the organism in the pure culture from the lesions produced in the experimental animal. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേഷ്യൻ്റെ ലീഷനിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തു ഓർഗാനിസത്തിനെ. പിന്നെ നമ്മളതൊരു പ്യുവർ കൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം നമ്മളൊരു എക്സ്പെരിമെൻ്റൽ അനിമലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം സെയിം ലീഷൻസ് പ്രൊഡ്യൂസ് ചെയ്തു അനിമലിൽ. പിന്നെ നമ്മൾ വീണ്ടും ഇതിനെ ആ അനിമലിൻ്റെ ലീഷനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഷ് കൾച്ചറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഇത്രയും സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്കൊരു മൈക്രോ ഓർഗാനിസം ഒരു പർട്ടിക്കുലർ ഡിസീസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് കോച്ച് പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, ഫൈൻ, ബട്ട് ദർ ആർ സം എക്സെപ്ഷൻസ് ടു കോച്ച് പോസ്റ്റുലേറ്റ്സിൻ്റെ എക്സെപ്ഷൻ എന്ന് പറയുമ്പം 3 വരുന്നത്. മൈക്കോബാക്ടീരിയം ലെപ്രെ, ഞാൻ പറഞ്ഞല്ലോ, ലെപ്രസി കോസേറ്റീവ് ഓർഗാനിസം ആണ്. ട്രിപ്പണമ്മ പെല്ലേഡം, സിഫിലിസ്, നിസേറിയ ഗൊണോറിയ. ഓക്കെ, ഇത് ഇത്രയാണ്. ഗൊണോറിയ കോസിങ് ഓർഗാനിസം, യു നോ, റൈറ്റ്. ഓക്കെ, ഈ 2 മൈക്കോബാക്ടീരിയം ലെപ്രയും ട്രിപ്പണമ്മ പെല്ലേഡവും എന്തുകൊണ്ടാണ് എക്സെപ്ഷൻ വന്നതെന്ന് വെച്ചാൽ കനോട്ട് ബി കൾച്ചേർഡ് ഇൻ വിട്രോ. അപ്പം ഒരു ലബോറട്ടറിക്കൽ കണ്ടീഷനിൽ ഒരിക്കലും ഇവരെ കൾച്ചർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ നിസേറിയ ഗൊണോറിയൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പെരിമെൻ്റൽ മോഡലില്ല ഈ ഇൻഫെക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. ഇതാണ് ഈ 3 ഇതിൻ്റെയും പോരായ്മ, കോച്ച് പോസ്റ്റുലേറ്റ്സ് ഫോളോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ. I hope you guys understood this much. So we can move to the remaining section. Okay. Remaining sections include microbiology. Okay, that include microscopy and morphology of bacteria. അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയുടെ മോർഫോളജി നമുക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദിസ് ഇസ് മൈക്രോസ്കോപ്പിക്. സോ ഡെഫിനറ്റ്ലി വി റിക്വയർ എ മൈക്രോസ്കോപ്പ്. അപ്പം മൈക്രോസ്കോപ്പിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റഡീസ് എങ്ങനെ നടത്താം, മോർഫോളജി, ബാക്ടീരിയയുടെ മോർഫോളജി നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് അത് സാധ്യമാകും എന്നുള്ള ലൈക്ക് തിങ്സ് ആണ് വിച്ച് കംസ് അണ്ടർ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ, so first of all we can move to microscopy. മൈക്രോസ്കോപ്പിയിലെ ടൈപ്സ് എന്ന് പറയുമ്പം ഒപ്റ്റിക്കൽ ഓർ ലൈറ്റ് മൈക്രോസ്കോപ്പി നമ്മൾ വളരെ ഫെമിലിയർ ആണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് നമുക്കറിയാം. ദെൻ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് അറിയാം. ദെൻ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും നമ്മൾ ഫെമിലിയർ ആണ്. DNA നമ്മൾ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണെന്ന് പഠിച്ചിട്ടുണ്ട് ലോവർ ക്ലാസ്സിലൊക്കെ. Okay, so optical or light microscope എന്ന് പറയുമ്പോൾ the light microscope contain a light source and a compound lens system. നമുക്കറിയാം ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. മെയിൻലി നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ലൈക്ക് അല്ലാതെ തന്നെ ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ് മൈക്രോസ്കോപ്സ് ആണ് നമുക്കുള്ളത്. ദെൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. 2 പോയിൻറ്റ്സ്. ഓക്കെ, ഈ 2 പോയിൻറ്റ്സിന് ഡിസ്റ്റൻ്റ് ആയിട്ട് ഇത് 2 പോയിൻ്റാണ് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ആ പവറിൻ്റെ പേരാണ് റിസോൾവിങ് പവർ എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ എല്ലാ മൈക്രോസ്കോപ്പിയുടെയും ബേസിസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ദറ്റ് ഇസ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. Phase contrast microscopy improves the contrast and make evident the internal structures of the cells which differ in thicknesses or refractive index. Okay, ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ആ സെല്ലിലെ സ്ട്രക്ചേഴ്സിൻ്റെ തിക്നെസ്സും
പല പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ബേസിസിൽ രണ്ടിനെയും രണ്ടായിട്ട് കാണിക്കുന്ന രീതിയാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലുള്ളത്. ഓക്കെ, ഫൈൻ. ദെൻ വി ആർ മൂവിങ് ടു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. റിഫ്ലെക്റ്റഡ് ലൈറ്റ് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് ഓർ ലൈറ്റ് യൂസ് ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പി. ഓക്കെ, ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സിന് പകരം നമ്മൾ റിഫ്ലെക്റ്റഡ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു fluorescence microscope. Fluorescence is the phenomena that occurs when an object is impacted by a given wavelength of light and emits light at a wavelength longer than the one to which it was exposed to. അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്ലൂറസെൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലൈറ്റ് അല്ല പർട്ടിക്കുലർ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റായിട്ട് അത് എമിറ്റ് ചെയ്യും. ഓക്കെ, വെൻ certain dyes are exposed to ultraviolet, they absorb energy and emit visible light. Hence they are called fluorescent. Tissue or organism stained with such a dye and examined with UV light in a specially adapted microscope are seen as fluorescence object. Okay, then we are moving to electron microscope. ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റിന് പകരം ഇലക്ട്രോൺസ് ആണ്. ആൻഡ് നമ്മൾ ഗ്ലാസ് ലെൻസസിന് പകരം ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. A beam of electron is employed instead of beam of light used in optical microscope. The electron beam is focused by circular electromagnets, magnetic condensers, which are analogs to the lens of the light microscope. The transmission of electron microscope works on similar principle to an optical microscope. Okay, but use of electrons in place of light and electromagnet in the place of glass lenses. Then shadow casting. To mean by shadow casting, a thin layer of metal, example platinum, is deposited on the object, which the metal coated object held in the path of the beam scatters the electrons, produce an image which is focused on a viewing screen. ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത്. നമ്മളിതിനകത്ത് മെയിൻ ഒരു ഡിഫറെൻറ്റ് രീതി എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ യൂസാണ്, രണ്ട് ഇലക്ട്രോൺ മാഗ്നറ്റിൻ്റെ യൂസാണ്. ദെൻ നമ്മൾ മെറ്റൽ കോട്ടഡ് ഒബ്ജക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ യൂസസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഈസ് എസ്പെഷ്യലി യൂസ് ഫോർ റാപ്പിഡ് ഡിറ്റക്ഷൻ ഓഫ് വൈറസസ് ഇൻ ക്ലിനിക്കൽ സാമ്പിൾസ്. Ultrastructured study of various microorganisms may also be done by this method. Then resolution powers. Okay, limit of resolution of light microscope is up to 300 nanometer and limit of resolution of electron microscope is around 0.1 nanometer and limit of resolution of unaided eye is around 200 microns. Then we can move to study of bacteria. Okay, we can do the study of bacteria by two methods, that is unstained preparations and stained preparation. In unstained preparation or wet preparation, we can see the bacterial mobility. Example is hanging drop preparation, and for demonstration of spirochetes, that is dark ground microscopy. And staining principles or staining preparations എന്ന് പറയുന്നത് staining techniques. They are the staining techniques. Main staining techniques are like simple stains, negative staining, impregnation method, and differential stains. Okay, unstained preparations are examined mainly for bacterial mobility. Example hanging drop preparation, and for demonstration of spirochetes. ബാക്ടീരിയയുടെ മൊബിലിറ്റിയും സ്പൈറോക്കീറ്റ്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺസ്റ്റെയിൻഡ് വെറ്റ് പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഫോർ സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ് ആർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ഓഫ് ബാക്ടീരിയ cannot be seen under light microscope due to lack of contrast. Hence it is necessary to use staining methods to produce color contrast. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ബാക്ടീരിയ കളർലെസ് ആണ്, നമ്മുടെ സ്ലൈഡ് കളർലെസ് ആണ്,
ട്രാൻസ്പെറൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനും ഒരു കോൺട്രാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തില്ല. സോ നമ്മുടെ സ്റ്റെയിനിങ് പ്രിപ്പറേഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ബാക്ടീരിയയ്ക്ക് സ്റ്റെയിൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് സ്റ്റെയിൻ കൊടുക്കുക. ഇതിൻ്റെ ബേസിസിലാണ് സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതുവരെ അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു the common staining techniques, mainly simple stains, negative staining, impregnation method and differential staining. Okay, simple stains എന്ന് പറയുമ്പോൾ simple stains are basic dyes such as methylene blue or basic fusion are used as simple stains, and they provide color contrast but imparts the same color to all the bacteria in a smear. Okay, അപ്പം ഇതിന് സിമ്പിൾ സ്റ്റെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയക്കാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്, നോട്ട് ദ മൈക്രോസ്കോപ്പ്, അല്ല നോട്ട് ദി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് ബാക്ടീരിയ ആണ്, നോട്ട് ദി ബാക്ക്ഗ്രൗണ്ട്. സോ നമ്മൾ ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിനെ അല്ല. അതാണ് സിമ്പിൾ സ്റ്റെയിനിൻ്റെ പ്രിൻസിപ്പൽ. ദെൻ നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറയുമ്പം ഇൻ നെഗറ്റീവ് സ്റ്റെയിനിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് സ്റ്റെയിൻഡ് വൈൽ ദ സ്ട്രക്ചേഴ്സ് ടു ബി ഡെമോൺസ്ട്രേറ്റഡ് ഇസ് നോട്ട് സ്റ്റെയിൻ. ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിനെ സ്റ്റെയിൻ ചെയ്യുന്ന മെത്തേഡാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്ങിനുള്ളത്. ആൻഡ് അൺസ്റ്റെയിൻഡ് ബാക്ടീരിയ സ്റ്റെയിൻഡ് ഔട്ട് ഇൻ കോൺട്രാസ്റ്റ് അഗെയിൻ സ്റ്റെയിൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഈസിലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ആർ Indian ink and Nigrosin dyes are commonly used negative stain. Okay, this is particularly useful for bacterial capsule demonstration and very slender bacterial demonstration like spirochetes. Then impregnation method, bacterial cells and structures that are too thin to be seen under the light microscope, so they are thickened by impregnation of silver on the surface to make them visible. So let's see. Okay, വെരി തിന്നായിട്ടുള്ള ഈ ബാക്ടീരിയ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. സോ വി വിൽ ഇംപ്രഗ്നേറ്റ് AG. നമ്മൾ കുറച്ച് സിൽവർ കൊണ്ട് ഇംപ്രഗ്നേറ്റ് ചെയ്യുമ്പം ഈ തിന്നായിരുന്ന ബാക്ടീരിയ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് മെത്തേഡ്? സിൽവർ ഇംപ്രഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, the bacteria are too thin, thickened by impregnation of silver. Example to demonstration of bacterial flagella and spirochetes. Example is Treponema, Borrelia and Leptospira. Okay, then differential stains. Differential stains different colors to different bacteria or bacterial structures. That is the differential stain. Differential stain under വരുന്നത് gram stain and acid fast stain and Albert stain. ഈ മൂന്നെണ്ണമാണ് എന്ത് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ മൂവ് ഓൺ ടു gram staining. Gram staining is most widely used stain in bacteriology, introduced by whom? Christian Gram. Okay, method എന്ന് പറയുമ്പോൾ smear to be stained with gram staining is first stained with gentian violet or crystal violet. It's a primary stain. Then application of dilute solution of iodine or grams iodine. Then decolorization with organic solvent, ethanol or acetone. Then counter staining by carbol fusion. So നമുക്ക് രണ്ടെണ്ണം കിട്ടും. If it present gram positive bacteria which retains primary stain, that is violet in color, when we get for a negative gram negative bacteria takes the color of the counter stain and which appears to be red in color, introduced by Christian stain. Okay, അപ്പം that method എന്ന് പറയുമ്പോൾ first of all we are taking the smear. Okay, this is our smear. This is a smear containing our bacteria. Gram positive or gram negative, we don't know. Okay, to that we will add about few drops of crystal violet. Okay, then
we will add grams iodine followed by ethanol. Okay, then we will again add which one? Carbol fusion. Okay, നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് റിസൾട്ട്സ് പോസിബിൾ ആണ്. വെദർ red color organisms or violet color organisms. Violet color organisms ആണെങ്കിൽ they are gram positive. When there is red color organisms, they are gram negative. Okay, then the points to be noted is that grams iodine is used as the mordant and gentane violet is the primary stain and ethanol is the decolorizer and carbol fusion is the counter staining. Okay, differentiation of gram staining. നമുക്ക് gram staining യൂസ് ചെയ്ത് gram positive and gram negative organism എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. So gram positive organisms are the organism which resist decolorization, retain primary stain and appear violet in color, where gram negative are decolorized by the organic solvent and takes the counter stain and appear red. Okay, അപ്പോൾ നമ്മുടെ ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഗ്രാം പോസിറ്റീവും ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യാത്തത് ഗ്രാം നെഗറ്റീവും. പ്രൈമറി സ്റ്റെയിൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക, മറ്റേത് പ്രൈമറി സ്റ്റെയിൻ പോയിട്ട് കൗണ്ടർ സ്റ്റെയിനിലായിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ വയലറ്റ് കളർ, ദിസ് അപ്പിയേഴ്സ് ഇൻ റെഡ് കളർ. ഓക്കെ, മൈക്രോസ്കോപ്പിക്കലി നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് വയലറ്റും ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് റെഡും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ്സിനായാലും ഓർ in theory also very very important principle. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ബാക്ടീരിയയുടെ ഡിഫറൻസ് ആണ് നമ്മളുടെ ബേസിസ്. ഓക്കെ, ഡിഫറൻസ് ഇൻ സെൽ വാൾ ആണ് ഇതിന് കാരണം. തിക്ക് ലെയർ ഓഫ് peptidoglycan layer is present for a gram positive, whereas peptidoglycan layer is present, but above this peptidoglycan layer there is an additional layer. Okay, additional layer, that is the outer cell membrane, which is not seen in gram positive bacteria, only seen in gram negative bacteria. And this thick wall traps the primary stain of crystal violet, so not decolorized by ethanol, where the outer membrane is partially dissolved by the